Good morning all. So welcome to Tijus Academy's live session. I'm Anisha from Tijus Academy. Okay, so today we are discussing regarding the type of letters. So before starting the session, we can wait for so that the students can join us. Yes, okay. So good morning. Let us start our discussion today. So today we are discussing regarding the type of letters. So letter എഴുതാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുള്ളൊരു ഫാക്റ്റ് ആയിരിക്കും അല്ലേ, ടൈപ്പ് ഓഫ് ലെറ്റേഴ്സ്. സോ ഡു യു നോ എനിത്തിങ് റിഗാർഡിംഗ് ദിസ് ടൈപ്പ് ഓഫ് ലെറ്റേഴ്സ്? എന്താണ് ടൈപ്പ് ഓഫ് ലെറ്റേഴ്സ് എന്നതിനെ പറ്റി എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടോ? സോ കുഡ് യു പ്ലീസ് ഷെയർ വിത്ത് മീ? Yes, okay, so let us start the discussion. And so type of letters actually OET letter എഴുതുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്ന കാര്യമാണ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലെറ്റേഴ്സ് വി ഹാവ് ടു ഫോക്കസ്. ഓക്കെ, OET റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ ആസ് യു ആർ അവർ ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് ലെറ്റർ അല്ലേ. OET റൈറ്റിംഗ് ഈസ് ലെറ്റർ റൈറ്റിംഗ്. വേറെ കൈൻഡ് ഓഫ് റൈറ്റിംഗ്സ് ഒന്നും തന്നെ നമുക്ക് OET റൈറ്റിങ്ങിന് വരാറില്ല. സോ ആസ് മെഡിക്കൽ പ്രൊഫഷണൽസ് യു ആർ റൈറ്റിംഗ് എ ലെറ്റർ ടു എ പേഴ്സൺ. സംടൈംസ് ലൈക്ക് വാട്ട് ഈസ് ദ മെയിൻ റീസൺ ഫോർ റൈറ്റിംഗ് ദിസ് ലെറ്റർ? വി ആർ പ്രൊവൈഡിങ് കെയർ ടു ദ പേഷ്യൻറ്റ്. നമ്മളൊരു പേഷ്യൻറ്റിന് കെയർ കൊടുക്കുന്നുണ്ട് ആൻഡ് ഫെർദർ കെയർ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, ഇപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻറ്റ്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകാൻ പോകുന്ന പേഷ്യൻറ്റ്, അല്ലെങ്കിൽ നമ്മൾ വേറൊരിടത്ത് ട്രാൻസ്ഫർ ചെയ്യുന്ന പേഷ്യൻറ്റ്, ഈ പേഷ്യൻറ്റിന് ഇനി കൊടുക്കാൻ പോകുന്ന കെയറിനെ പറ്റി നമ്മൾ റീഡറിനെ ഇൻഫോം ചെയ്യുവാണ് ബേസിക്കലി നമ്മുടെ OET ലെറ്ററിൽ നമ്മൾ ചെയ്യുന്ന കാര്യം. ആൻഡ് വൈൽ റൈറ്റിംഗ് ദിസ് ലെറ്റർ സ്റ്റുഡൻസ് യൂസ് ടു ഹാവ് പ്രോബ്ലം വിത്ത് കാറ്റഗറൈസിങ് ദിസ് ലെറ്റേഴ്സ്. സോ ആ ഒരു പ്രോബ്ലം സോർട്ട് ഔട്ട് ചെയ്യാനായിട്ടാണ് വി ആർ ടു ഡിസ്കസിങ് റിഗാർഡിംഗ് ദിസ് ടോപ്പിക്. സോ ഫസ്റ്റ് ഓഫ് ഓൾ we can look regarding the basic types of letter. So yes, good morning. Okay, fine. In this we have basically three types of letters, as you are aware. നോൺ കേസ് ആൻഡ് അൺനോൺ കേസ് എന്ന രണ്ട് ക്ലാസിഫിക്കേഷൻ നമുക്ക് വരുന്നുണ്ട്, നോൺ കേസ് ആൻഡ് അൺനോൺ കേസ്. സോ ഇന്ന് ഈ ഡിസ്കഷനിൽ നമുക്ക് വാട്ട് ഈസ് ലൈക്ക് നോൺ കേസ് എന്താണ്, അൺനോൺ കേസ് എന്താണെന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കാം. ആൻഡ് അൺനോൺ കേസിൽ വരുന്ന 3 കാറ്റഗറീസ് ആണ്. ദിസ് ഇസ് റെഫറൽ ലെറ്റർ, ട്രാൻസ്ഫർ ലെറ്റർ ആൻഡ് ഡിസ്ചാർജ് ലെറ്റർ. ഒരു കാറ്റഗറി കൂടെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്, സോ ദാറ്റ് യു വിൽ ബി ഗെറ്റിംഗ് എ ക്ലിയർ പിക്ചർ അബൌട്ട് റൈറ്റിംഗ് ലെറ്റർ. സോ വെൻ വി ആർ റൈറ്റിംഗ് എ ലെറ്റർ നിങ്ങൾക്ക് അന്നേരം എഴുതാനുള്ള ഒരു ഡിഫിക്കൽട്ടി നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റും കേട്ടോ. സോ വി ആർ ഹാവിങ് 3 types of letter, basically referral letter, transfer letter and discharge letter. So do you know like what is the difference between these 3 types of letters? എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നിങ്ങൾക്ക് അറിയാമോ? യെസ്. സോ ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് റെഫറൽ ലെറ്റർ. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റെഫറൽ ലെറ്റർ. വാട്ട് ഈസ് എ റെഫറൽ ലെറ്റർ? We are introducing the patient for the first time. We are introducing the patient. Patient ആരാണ് ലെറ്റർ എഴുതുന്നത്? ടു ഹൂം യു ആർ അഡ്രസ്സിങ്. ഈ 2 കാര്യങ്ങളും ശ്രദ്ധിക്കുക. ഫസ്റ്റ്, നിങ്ങൾ ആരാണ്? നിങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളൊരു മെഡിക്കൽ പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ നേഴ്സിംഗ് പ്രൊഫഷണൽസ് ആയിട്ടാണ് നിങ്ങൾ ലെറ്റർ എഴുതുന്നതെങ്കിൽ ദ റൈറ്റർ, വിച്ച് മീൻസ് യു ആർ എ നേഴ്സ്. സോ വാട്ട് എവർ ദ ഡെസിഗ്നേഷൻ ഈസ് ബീങ് ഗിവൺ ദെയർ, ദാറ്റ് ഈസ് യു. സോ യു ആർ എ രജിസ്റ്റർ ചാർജ്. നിങ്ങളിപ്പം ചാർജ് നേഴ്സ് ആണെങ്കിൽ ചാർജ് നേഴ്സ്, രജിസ്റ്റേർഡ് നേഴ്സ് ആണെങ്കിൽ രജിസ്റ്റേർഡ് നേഴ്സ്. അപ്പോൾ ദാറ്റ് ദ ഇൻഫർമേഷൻ വിൽ ബി ഗിവൺ. സോ ഇൻട്രൊഡ്യൂസിങ് ദ പേഷ്യൻറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം ആൻഡ് റീഡർ ഡസൻറ്റ് നോ ദ പേഷ്യൻറ്റ് ബിഫോർ ആൻഡ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ആൻ അൺനോൺ കേസ്. ഈ കേസിൽ റീഡർക്ക്, വിച്ച് മീൻസ് നമ്മൾ എഴുതുന്ന ആൾക്ക് ആരെ അറിയില്ല? നമ്മുടെ പേഷ്യൻറ്റിനെ നേരത്തെ അറിയത്തില്ല. സോ ഇൻ ദിസ് കേസ് വി കൺസിഡർ ദിസ് ആസ് ആൻ അൺനോൺ കേസ്. അൺനോൺ കേസായിട്ടാണ് നമ്മൾ നോർമലി ഈ റെഫറൽ ലെറ്റർ നമ്മൾ
ലൈക്ക് കൺസിഡർ ചെയ്യുന്നത്. സോ നോർമലി ഇത് ഐ എം റൈറ്റിംഗ് ടു ഇൻട്രൊഡ്യൂസ് എന്നുള്ള രീതിയിൽ എഴുതാറുണ്ട്. സോ ബെറ്റർ ഇൻട്രൊഡ്യൂസിങ് ദ പേഷ്യൻറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം എന്നാണ് നമ്മളത് മെൻഷൻ ചെയ്യുന്നത്. സോ വി ക്യാൻ ജനറലി കൺക്ലൂഡ് ഇറ്റ് ആസ് റെഫറൽ ലെറ്റേഴ്സ് ആയിട്ട് അതിനെ കൺസിഡർ ചെയ്യാവുന്നതാണ്. സോ നെക്സ്റ്റ് തിങ് ഈസ് ദാറ്റ് where we can find that it is a referral letter. ഒരു റെഫറൽ ലെറ്റർ ആണ്. നമുക്ക് എവിടുന്ന് ഈ ഇൻഫർമേഷൻ കണ്ടുപിടിക്കാൻ പറ്റും? Yes, the basic information is that normally in the writing task, as you are aware about, I hope you are aware about the writing task, അല്ലേ? റൈറ്റിംഗ് ടാസ്കിൽ നിന്നാണ് നമ്മൾ എന്താണ് ഈ ലെറ്ററിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്നുള്ള ബേസിക് ഇൻഫർമേഷൻ കൊടുത്തിരിക്കുന്നത്, അല്ലേ? അപ്പം ഈ റൈറ്റിംഗ് ടാസ്കിനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും ദ കൈൻഡ് ഓഫ് ലെറ്റർ വിച്ച് വി ഹാവ് ടു റൈറ്റ്. സംടൈംസ് ഇറ്റ് ഈസ് എ റെഫറൽ ലെറ്റർ, ഡിസ്ചാർജ് ലെറ്റർ, ട്രാൻസ്ഫർ ലെറ്റർ. ഈ കൈൻഡ് ഓഫ് ഇൻഫർമേഷൻസ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ടായിരിക്കും നമ്മുടെ റൈറ്റിംഗ് ടാസ്കിൽ, ഓർ എൽസ് ഇൻ ദ പ്ലാൻ ഓഫ് ദ ലെറ്റർ. Okay, so it will be either mentioned in the plan or the writing task. So according to that, you can classify this. So if we consider it as a referral letter, referral can be to a general practitioner, a physiotherapist, occupational therapist, community nurse, whatever it is. നമ്മുടെ റീഡർ ആരാണോ അവർക്കാണ് നമ്മൾ ഈ ലെറ്റർ എഴുതുന്നത്. സോ if we are writing this letter, how can we start it? How can we start the letter? എങ്ങനെ നമുക്ക് ലെറ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? Yes, the information is that I'm writing to refer Mr. X who requires. ഞാൻ ഇന്നയാളെ റെഫർ ചെയ്യാനായിട്ട് എഴുതുവാണ്. I'm writing to refer Mr. X who requires. This is one of the method of writing this. Okay. So in this way, we can start this type of letter. And so as you are aware, first one is a referral and second one is transfer letter. Depending upon the reader, it can be either known or unknown. നമ്മൾ പറഞ്ഞു റെഫറലിൻ്റെ കേസിൽ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി അൺനോൺ എന്ന് നമ്മൾ പറഞ്ഞെങ്കിൽ, ട്രാൻസ്ഫറിൻ്റെ കേസിൽ ഇറ്റ് ക്യാൻ ബി നോൺ ഓർ അൺനോൺ. അൺനോണും ആകാൻ സാധ്യതയുണ്ട്, നോണും ആകാൻ സാധ്യതയുണ്ട്. Okay, so we can look the difference between this. Transfer letter, basically what is transfer letter? Patient is transferred from one facility. നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് വേറൊരു ഹോസ്പിറ്റലിലേക്ക്, ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്, അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റിയിലേക്ക്, അല്ലെങ്കിൽ ഒരു പുതിയ പ്ലേസിലേക്ക് പേഷ്യൻ്റ് ഈസ് ബീങ് ട്രാൻസ്ഫേർഡ്. സോ ആ വരുന്ന കേസിലാണ് നമ്മൾ നോർമലി ട്രാൻസ്ഫർ ലെറ്റർ എന്ന് മെൻഷൻ ചെയ്യുന്നത്. ആൻഡ് വെൻ വി ആർ മെൻഷനിങ് ദിസ് ട്രാൻസ്ഫർ ലെറ്റർ മെൻഷൻ ചെയ്യുമ്പോൾ അവിടെ ഇഫ് ദ റീഡർ ഈസ്, അല്ലെങ്കിൽ വിച്ച് മീൻസ് നമ്മുടെ പേഷ്യൻറ്റിന് ഓൾറെഡി ഈ റീഡറിനെ അറിയാമെങ്കിൽ, റീഡറിന് ഓൾറെഡി നമ്മുടെ പേഷ്യൻറ്റിനെ അറിയാമെങ്കിൽ ഇറ്റ് ക്യാൻ ബി നോൺ. സോ വെൻ ഇറ്റ് കംസ് ടു വൈസ് വേഴ്സ, വിച്ച് മീൻസ് ഓക്കെ
Okay, I'm so sorry. So it was some technical sort of problems. Okay, so let us continue with the discussion. Okay, Jesse, good morning, good morning. Okay, fine. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത് ട്രാൻസ്ഫർ ലെറ്റർ ആണ്. സോ ട്രാൻസ്ഫർ ലെറ്റർ ക്യാൻ ബി എയ്തർ നോൺ ഓർ അൺനോൺ എന്ന് നമ്മൾ മെൻഷൻ ചെയ്തല്ലേ. സോ വാട്ട് ഈസ് എ നോൺ ആൻഡ് വാട്ട് ഈസ് എൻ അൺനോൺ? സോ പേഷ്യൻറ്റിനെ ഓൾറെഡി നമ്മുടെ റീഡർക്ക് അറിയാമെങ്കിൽ വി ആർ കൺസിഡറിങ് ദിസ് ലെറ്റർ ആസ് known, and if the patient is new to the reader, patient new ആണ് അല്ലെങ്കിൽ റീഡറിന് അറിയത്തില്ല എന്നുള്ള കേസിൽ വരുമ്പോൾ we will be considering it as unknown. So for example, നമ്മൾ പേഷ്യൻ്റ് ഉണ്ടായിരുന്ന സെയിം റീഹാബിലിറ്റേഷൻ ഹോമിലേക്ക് അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ സെയിം ജി പിയുടെ അടുത്തേക്ക് തന്നെയാണ് പേഷ്യൻറ്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ we will be considering it as known case. For example, or else if it is a new rehabilitation home, ഒരു ന്യൂ റീഹാബിലിറ്റേഷൻ ഹോം അല്ലെങ്കിൽ ഒരു പുതിയ ഡോക്ടറുടെ അടുത്തേക്ക് ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തേക്ക് നമ്മൾ റെഫർ ചെയ്യുവാണെങ്കിൽ how we can consider this? We can consider this as an unknown one. Okay, so I hope it is clear for you this transfer letter, the different types of that is being mentioned there. Known case ആണെങ്കിൽ same nursing home, which means how can we understand regarding the same nursing home? അപ്പം നമ്മൾ മെൻഷൻ ചെയ്തു സെയിം നഴ്സിംഗ് ഹോം ആണെന്നല്ലേ. അപ്പം പേഷ്യൻറ്റിൻ്റെ അഡ്രസ്സും റീഡറിൻ്റെ അഡ്രസ്സും വി ഹാവ് ടു കമ്പയർ. I'm specifically mentioning that പേഷ്യൻറ്റിൻ്റെ അഡ്രസ്സും റീഡറിൻ്റെ അഡ്രസ്സും വി ഹാവ് ടു കമ്പയർ. സോ റീഡറിൻ്റെ അഡ്രസ്സ് നോർമലി നമുക്ക് നമ്മുടെ റൈറ്റിംഗ് ടാസ്കിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. ആൻഡ് വെൻ കംസ് ടു ദി പേഷ്യൻ്റ് അഡ്രസ്, നോർമലി നമ്മുടെ റൈറ്റിംഗ് കേസ് നോട്ടിനകത്ത് വിച്ച് വിൽ ബി ഗിവൺ പേഷ്യൻസ് അഡ്രസ് എന്നുള്ള രീതിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ വി ഹാവ് ടു കമ്പയർ ബോത്ത് ദീസ് തിങ്സ് ആൻഡ് ഫൈനലി വി ഹാവ് ടു കൺക്ലൂഡ് whether it is the same reader, like reader and patient belongs to the same address. So if it is so, we can conclude that it is like transfer letterൽ പേഷ്യൻറ്റിനെ ഓൾറെഡി അറിയാം എന്നുള്ള രീതിയിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ആൻഡ് ദ അൺനോൺ ഈസ് ദാറ്റ് റീഡർ ഈസ് ന്യൂ വൺ. And the third one is discharge letter. And as we have mentioned regarding the transfer letter, this one is also either known or unknown. രണ്ടും നോണും ആകാൻ പോസിബിലിറ്റി ഉണ്ട്, അൺനോണും ആകാൻ. റീഡർക്ക് പേഷ്യൻറ്റിനെ അറിയാമെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് നോൺ. വൈസ് വേഴ്സ റീഡറിന് പേഷ്യൻറ്റിനെ അറിയത്തില്ല, ലൈക്ക് ഇഫ് ഇറ്റ് ഇസ് എ ന്യൂ വൺ വി ക്യാൻ കൺക്ലൂഡ് ഇറ്റ് ആസ് അൻ അൺനോൺ വൺ. ആൻഡ് നോർമലി ഡിസ്ചാർജ് ലെറ്റർ വെൻ ദ പേഷ്യൻറ്റ് ഈസ് ബീങ് ഡിസ്ചാർജ്ഡ് ഫ്രം ദ ഹോസ്പിറ്റൽ, പേഷ്യൻറ്റിന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്ന സമയത്ത് കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ലെറ്റേഴ്സാണ് ഡിസ്ചാർജ് ലെറ്റർ. ആൻഡ് ഇൻ ദിസ് ടൈപ്പ് ഓഫ് ലെറ്റേഴ്സ് വി യൂഷ്വലി ഇൻക്ലൂഡ് ദ ഇൻഫർമേഷൻസ്. പേഷ്യൻ്റ് ഹോസ്പിറ്റലൈസേഷനിൽ കൊടുത്ത കെയർ, ദ നഴ്സിംഗ് മാനേജ്മെൻറ്റ്, ആഫ്റ്റർ കെയർ എല്ലാം ഇൻക്ലൂഡ് ചെയ്ത ലെറ്റേഴ്സ് ആയിരിക്കും നോർമലി ഡിസ്ചാർജ് ലെറ്റേഴ്സ്. സോ ദിസ് ആർ ദ ബേസിക് 3 types of letters, that is referral letter, transfer letter and discharge letter. So in order to identify that, first of all we have to read the case note well, most probably in the writing task or in the writing plan this information is being given. Which letter is this? ഏത് ലെറ്റർ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ലെറ്ററിന് ഇൻഫർമേഷൻ വായിച്ചിട്ട് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. Okay, so I hope it is clear for you. Any concerns regarding this? Yes, okay. Yes, okay, it's clear. Now let us move to urgent letter. Urgent letter ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് നോൺ കേസ് എന്താണെന്നിലേക്ക് നോക്കാം. സോ വാട്ട് ഈസ് എൻ അർജൻറ്റ് ലെറ്റർ? കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ടല്ലേ. എന്താണ് അർജൻറ്റ് ലെറ്റർ? എപ്പോഴാണ് ഒരു ലെറ്റർ അർജൻറ്റായിട്ട് മാറുന്നത്? എപ്പോഴാണ് ഒരു ലെറ്റർ അർജൻറ്റായിട്ട് മാറുന്നത്? ഓക്കെ, യെസ്, patient is being hospitalized in an emergency department. Okay, patient emergency departmentil admitted ആയതുകൊണ്ട് മാത്രം ഒരു ലെറ്റർ അർജൻറ്റ് ലെറ്റർ ആകുമോ? പേഷ്യൻ്റ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ അഡ്മിറ്റഡ് ആയതുകൊണ്ട് മാത്രം ഒരിക്കലും ഒരു ലെറ്റർ എന്താകുന്നില്ല, അർജൻറ്റ് ലെറ്റർ ആകുന്നില്ല. സോ പേഷ്യൻറ്റിന് അർജൻറ്റായിട്ട് ഫെർദർ മാനേജ്മെൻറ്റ് വേണം അല്ലെങ്കിൽ ഫെർദർ അസസ്മെൻറ്റ് വേണം എന്ന് നമ്മളോട് മെൻഷൻ ചെയ്യുന്നത് വരെ വി കനോട്ട് കൺസിഡർ ദിസ് ആസ് അർജൻറ്റ് ലെറ്റർ. സോ പേഷ്യൻറ്റിൻ്റെ അഡ്രസ്സ് പേഷ്യൻ്റ് കറൻ്റ്ലി ഈസ് അഡ്മിറ്റഡ് ഇൻ ദ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ കേസ് നോട്ടിൽ തന്നിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്കത് എങ്ങനെ കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. വി കനോട്ട് കൺസിഡർ ഇറ്റ് ആസ് അൻ അർജൻറ്റ് ലെറ്റർ. സോ ഇൻസ്റ്റെഡ് ഹൗ ക്യാൻ വി ഫൈൻഡ് ദാറ്റ്? നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ദ ലെറ്റർ ഈസ് എൻ അർജൻറ്റ് വൺ?
യെസ്, ആക്ച്വലി ഫോർ ദാറ്റ് ഇറ്റ് ഈസ് ബീങ് ഗിവൺ. കുറച്ച് ഇൻഫർമേഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. നമ്മുടെ കേസ് നോട്ടിനകത്ത് നമ്മുടെ റൈറ്റിംഗ് പ്ലാനിൽ അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ചാർജ് ഇൻഫർമേഷനിൽ സംടൈംസ് ഇറ്റ് ഈസ് ബീങ് ഗിവൺ പേഷ്യൻറ്റ് റിക്വയർസ് ഏർജൻറ്റ് അസസ്മെൻറ്റ് അല്ലെങ്കിൽ ഏർജൻറ്റ് മാനേജ്മെൻറ്റ് വേണം. റെഫർ ഹിം ഇമ്മീഡിയറ്റ്ലി, ട്രാൻസ്ഫർ ഹിം ഏർജൻ്റ്ലി, then he needs emergency transfer, she needs immediate admission. ഇതിൽ ഏതെങ്കിലും ഒരു കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ തന്നിട്ടുണ്ടെങ്കിൽ we can understand that it is an urgent letter. So if any of this information is being given, we can identify that this is an urgent letter and we can consider this as urgent letter. ഓക്കെ, ഇങ്ങനെ ഏതെങ്കിലും ഒരു ഫോം ഓഫ് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു urgent letter ആണെന്ന്. And after that we can കൺസിഡർ ദിസ് ലെറ്റർ, അല്ലെങ്കിൽ ഈ ഒരു ലെറ്റർ റൈറ്റിംഗ് നമ്മൾ എങ്ങനെ പിന്നെ സ്റ്റാർട്ട് ചെയ്യും? ഏർജൻറ്റ് ലെറ്റർ ആയിട്ടായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഏർജൻറ്റ് ലെറ്ററിനകത്ത് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലാണ് പേഷ്യൻ്റ് ഇപ്പം ഉള്ളത് എന്നുള്ളത് കൊണ്ട് മാത്രം ഏർജൻറ്റ് ലെറ്റർ ആകുന്നില്ല. ഇൻസ്റ്റെഡ് നമ്മുടെ റൈറ്റിംഗ് ടാസ്കിൽ ഓർ ഇൻ ദ writing planil it is specifically mentioned that the patient requires immediate transfer her urgently, he needs emergency depending on the gender. Okay, him her അല്ലെങ്കിൽ പേഷ്യൻസ് നെയിമിൻ്റെ ജെൻഡർ അനുസരിച്ച് ഡിഫറൻസസ് വരാം. എമർജൻസി ട്രാൻസ്ഫർ, ഇമ്മീഡിയറ്റ് അഡ്മിഷൻ, അർജൻറ്റ് അസസ്മെൻറ്റ്, അർജൻറ്റ് മാനേജ്മെൻറ്റ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ സ്പെസിഫിക്കലി ലുക്ക് ഫോർ ദി ഡിസ്ചാർജ് പ്ലാൻ ആൻഡ് ഡിസ്ചാർജ്, നമ്മുടെ റൈറ്റിംഗ് ടാസ്ക്, റൈറ്റിംഗ് പ്ലാന്. ഈ മൂന്ന് ഭാഗങ്ങളിൽ എവിടെയെങ്കിലും ഇങ്ങനെ സ്പെസിഫൈ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ we can understand that it is urgent letter. So based on that, അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസിഫൈ ചെയ്ത് അർജൻറ്റ് ലെറ്റർ ആയിട്ട് നമുക്കിതിനെ എഴുതാം. ആൻഡ് വൺ തിങ്, ഇങ്ങനെ എഴുതുമ്പോൾ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വൈൽ റൈറ്റിംഗ് എ നോർമൽ ലെറ്റർ? ഇപ്പോൾ ഒരു ട്രാൻസ്ഫർ ലെറ്റർ എഴുതുന്നതും ഒരു അർജൻറ്റ് ലെറ്റർ എഴുതുന്നതും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ഹാവ് യു നോട്ടീസ്ഡ് എനി സച്ച് ഡിഫറൻസ് വൈൽ റൈറ്റിംഗ്? നിങ്ങൾ എഴുതുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഡിഫറൻസ് നോട്ടീസ് ചെയ്തിട്ടാണോ നിങ്ങൾ എഴുതാറ്? അതോ എല്ലാ ടൈപ്പ് ഓഫ് ലെറ്റേഴ്സും ഒരേ ഫോമാറ്റാണോ നിങ്ങൾ ഫോളോ ചെയ്യുന്നത്? Yes, the basic information, like yes, right, you are right. So the basic thing is that when we are writing an urgent letter, ഒരു അർജൻറ്റ് ലെറ്റർ എഴുതുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? പേഷ്യൻറ്റിന് ഏർജൻറ്റ് അസസ്മെൻ്റ് ആണ് അവിടെ വേണ്ടതെന്നുള്ള കാര്യം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, അർജൻറ്റ് അസസ്മെൻറ്റ് വേണമെന്ന് വെച്ചാൽ കറൻ്റ്ലി പേഷ്യൻ്റ് ഇപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആണ്, അല്ലെങ്കിൽ ഈസ് ബീങ് ബ്രോട്ട് ടു ദ ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ ഫർദർ ട്രാൻസ്ഫറോ എന്തോ ഒരു കാര്യമായിട്ടാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നത് ആൻഡ് അതിന് അർജൻറ്റ് അസസ്മെൻറ്റ് വേണം. സോ ഇൻ ദാറ്റ് സർക്കംസ്റ്റാൻസ് നമ്മൾ എങ്ങനെ വേണം അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്? വി ഹാവ് ടു റൈറ്റ് ഹിസ് കറണ്ട് ഹെൽത്ത് സ്റ്റാറ്റസ്. കറണ്ട് ഹെൽത്ത് സ്റ്റാറ്റസിന് പ്രയോറിറ്റി കൊടുത്ത് അതിനായിരിക്കണം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. വിച്ച് മീൻസ് നമ്മുടെ റൈറ്റിംഗ് പേർപ്പസിന് നമ്മുടെ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിന് മാറ്റമില്ല. ഇറ്റ് വിൽ ബി ലൈക്ക് ഓൾവേസ്, നമുക്കതിന് മാറ്റമില്ലല്ലോ. ബോഡി പാരഗ്രാഫ് നമ്മൾ സെക്കൻഡ്, നമ്മുടെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ടുള്ള പാരഗ്രാഫ് തൊട്ടാണ് നമ്മൾ ബോഡി പാരഗ്രാഫായിട്ട് കൺസിഡർ ചെയ്യുന്നത്, റൈറ്റ്? അപ്പം നമ്മുടെ ഫസ്റ്റ് ബോഡി പാരഗ്രാഫ് urgent ലെറ്ററിൽ എന്തായിരിക്കും? ടുഡേയ്സ് ഇൻഫർമേഷൻ ഓർ ദ കറണ്ട് ഹെൽത്ത് സ്റ്റാറ്റസ് ഓഫ് ദ പേഷ്യൻറ്റ്, അതായിരിക്കും നമ്മുടെ ഫസ്റ്റ് ബോഡി പാരഗ്രാഫ്. സോ ഓൾവേസ് കീപ്പ് ഇൻ ദാറ്റ് മൈൻഡ് വൈൽ വി ആർ റൈറ്റിംഗ് എൻ അർജൻറ്റ് ലെറ്റർ. നമ്മുടെ പ്രയോറിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫ് അല്ലെങ്കിൽ ഫസ്റ്റ് ബോഡി പാരഗ്രാഫ്, ഫസ്റ്റ് പാരഗ്രാഫ് അല്ല ഫസ്റ്റ് ബോഡി പാരഗ്രാഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ പേഷ്യൻറ്റിൻ്റെ കറണ്ട് ഹെൽത്ത് സ്റ്റാറ്റസ് ഓർ ടുഡേയ്സ് ഇൻഫർമേഷൻ. ഓക്കെ, ടുഡേയ്സ് ഇൻഫർമേഷൻ ആയിരിക്കും പ്രയോറിറ്റി, വിച്ച് വിൽ കം ഇൻ ദ ഫസ്റ്റ്. അതായിരിക്കും ഫസ്റ്റ് പോകുന്നത്. ദെൻ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്സ് ലൈക്ക് ഇൻഫർമേഷൻസ്, ദെൻ സോഷ്യൽ ഉണ്ടെങ്കിൽ സോഷ്യൽ മെൻഷൻ ചെയ്ത് TP എഴുതി നമ്മളത് കൺക്ലൂഡ് ചെയ്യുന്നത്. ഇതായിരിക്കും ബേസിക് ടൈപ്പ് ഓഫ് ലൈക്ക് ലെറ്റർ സ്ട്രക്ചറിങ് വൈൽ വി ആർ ലുക്കിംഗ് ഫോർ അർജൻറ്റ് ലെറ്റർ. വെൻ ഇറ്റ് കംസ് ടു ദ ജനറൽ ഫോം ഓഫ് ലെറ്റേഴ്സ്, സാധാരണ നമ്മൾ എഴുതാറുള്ളതുപോലെ പ്രയോറിറ്റി ജനറൽ ലൈക്ക് നോൺ മെഡിക്കൽ പ്രൊഫഷണൽസിലൊക്കെ ആണെങ്കിൽ നമ്മൾ സോഷ്യൽ മെൻഷൻ ചെയ്യും. ദെൻ ഫസ്റ്റ് ബോഡി, സെക്കൻഡ് ബോഡി, DP അങ്ങനെ കൺസ്ട്രക്ട് ചെയ്തു പോകും. സ്പെഷ്യലൈസ്ഡ് അല്ലെങ്കിൽ സ്പെസിഫിക്കൽ കെയർ മെൻഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിപ്പെൻഡിങ് ഓൺ ദ കണ്ടീഷൻ നമ്മൾ പാരഗ്രാഫ് ഓർഗനൈസേഷന് ഡിഫറൻസ് വന്ന് നമ്മളത് കൺസ്ട്രക്ട് ചെയ്ത് പോകും. സോ ഐ ഹോപ്പ് ദ ഇൻഫർമേഷൻ ഈസ് ക്ലിയർ റിഗാർഡിംഗ് ദ അർജൻറ്റ് ലെറ്റർ. ആൻഡ് ഫൈനലി എല്ലാവർക്കും എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ് നമ്മുടെ നോൺ കേസ് അല്ലേ. നോൺ കേസ് എന്ന് പറയുമ്പോൾ എന്താ? നോൺ കേസ്. സോ ഡിഫറൻസ് ബിറ്റ്വീൻ നോൺ ആൻഡ് അൺനോൺ ഈസ് ദാറ്റ് നോൺ എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിനെ അറിയാം അല്ലേ, നമ്മുടെ റീഡർക്ക് പേഷ്യൻറ്റിനെ അറിയാം. സോ ഈ കേസിൽ എപ്പോഴാണ് റീഡറിനെ പേഷ്യൻറ്റിനെ അറിയാൻ പറ്റുന്നത്? പേഷ്യൻറ്റിനെ കണ്ടതുകൊണ്ട് മാത്രം അറിയാം എന്നല്ല, അതിനൊരു ബേസിക് ഒരു
ലൈക്ക് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നിങ്ങൾ മനസ്സിൽ എപ്പോഴും വെക്കുക. ഇഫ് ദ റീഡർ നോസ് സോഷ്യൽ ആൻഡ് പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി ഓഫ് എ പേഷ്യൻറ്റ്. Okay, if the reader knows social and past medical history of the patient. വെറുതെ നമ്മൾ നോൺ കേസ് എന്ന് പറയുമല്ല, ഇൻസ്റ്റഡ് പേഷ്യൻറ്റിൻ്റെ ജനറൽ ആയിട്ടുള്ള വിച്ച് മീൻസ് പാസ്റ്റും സോഷ്യൽ ഹിസ്റ്ററിയും നമ്മുടെ റീഡറിന് അറിയാമെങ്കിൽ മാത്രമേ അതെന്തായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. വി ആർ കൺസിഡറിങ് ഇറ്റ് ആസ് എ നോൺ കേസ്, ഓർ എൽസ് ഹൗ വി വിൽ ബി കൺസിഡറിങ് ദാറ്റ് ഇറ്റ് വിൽ ബി എ അൺനോൺ കേസ് ആയിട്ടായിരിക്കും നമ്മൾ ക്ലാസിഫൈ ചെയ്തു പോകുന്നത്. ഓക്കെ, സോ വി ക്യാൻ ലുക്ക് ദാറ്റ് ഇൻ ഡീറ്റെയിൽ. സോ ഹൗ ക്യാൻ ലെറ്റർ ബി നോൺ കേസ്? ഇനി എങ്ങനെ നോൺ കേസ് ആവും? നമ്മളിപ്പോൾ പറഞ്ഞു പാസ്റ്റ് ഹിസ്റ്ററിയും അതുപോലെ മെഡിക്കൽ ഹിസ്റ്ററിയും ആർക്കറിഞ്ഞിരിക്കണം? നമ്മുടെ റീഡറിന് അറിഞ്ഞിരിക്കണം. സോ ഫോർ ദാറ്റ് ഹൗ ക്യാൻ വി ഐഡൻറ്റിഫൈ? ഇനി നമുക്ക് ജസ്റ്റ് 1-2 കാര്യം നോക്കാം, എങ്ങനെ ഒരു നോൺ കേസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമുക്കിനി നോക്കാം. ഫോർ ദാറ്റ് first thing is that if reader and patient have the same address, റീഡറിനും പേഷ്യൻറ്റിനും ഒരേ അഡ്രസ്സാണ് തന്നിരിക്കുന്നതെങ്കിൽ ഫ്രം ദാറ്റ് വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ഇറ്റ് ഈസ് എ നോൺ കേസ്. റീഡറിനും പേഷ്യൻറ്റിനും. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, ലൈക്ക് നമ്മളെ കൺഫ്യൂസ് ചെയ്യാനായിട്ട് സംടൈംസ് ദേ വിൽ ബി ഗിവിങ് ദ ഇൻഫർമേഷൻ റീഡറിൻ്റെയും റൈറ്ററിൻ്റെയും അഡ്രസ്സ് ഒന്ന് തന്നിട്ടുണ്ടായിരിക്കും. ഇറ്റ് നെവർ മെൻ ദാറ്റ് ഇറ്റ് ഈസ് എ നോൺ കേസ്. പേഷ്യൻറ്റിന് റീഡറിന് അറിഞ്ഞിരിക്കണം. നേഴ്സും അല്ലെങ്കിൽ നമ്മുടെ എഴുതുന്നയാളും ഡോക്ടറും ഒരു ഫെസിലിറ്റിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് ആ പേഷ്യൻറ്റിനെ ഈ റീഡർക്ക് അറിയണമെന്ന് നിർബന്ധമില്ല. ദാറ്റ് ഈസ് നമ്മൾ ഇപ്പം ഞാനാണ് നേഴ്സ് എങ്കിൽ ഞാൻ എഴുതുമ്പോൾ ഞാൻ ഒരുപാട് പേഷ്യൻസിൻ്റെ കെയർ എടുക്കുന്നുണ്ടായിരിക്കും. സോ ആ എല്ലാ പേഷ്യൻറ്റിനെയും ഈ റീഡറിനെ അറിയണമെന്ന് നിർബന്ധമില്ല. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പേഷ്യൻറ്റിൻ്റെയും റീഡറിൻ്റെയും അഡ്രസ്സ് ഒന്നാണെങ്കിൽ മാത്രമേ പേഷ്യൻറ്റിൻ്റെയും റീഡറിൻ്റെയും അഡ്രസ്സ് ഒന്നാണെങ്കിൽ മാത്രമേ നമ്മൾ എങ്ങനെ കൺസിഡർ ചെയ്യത്തുള്ളൂ? വി വിൽ ബി കൺസിഡറിങ് ഇറ്റ് ആസ് എ നോൺ കേസ്. And second thing is that patient even hospitalized ആണ്. So after the hospitalization, if he is being discharged to the same nursing home അല്ലെങ്കിൽ സെയിം ജിരിയാട്രിക് ഹോമിലേക്ക് പേഷ്യൻറ്റിനെ നമ്മൾ റെഫർ ചെയ്യുവാണെങ്കിൽ he is being discharged back, we can write it as a non case, which means ആ ഹോമിലുള്ളവർക്ക് ഓൾറെഡി പേഷ്യൻറ്റിൻ്റെ ഇൻഫർമേഷൻസ് മുഴുവൻ അറിയാം അല്ലേ. സോ ദർ ഇസ് നോ നീഡ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് ദാറ്റ്. പിന്നെയും അതിനെപ്പറ്റി നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. സോ ഇറ്റ് വിൽ ബി കൺസിഡേർഡ് ആസ് എ നോൺ കേസ്. തേർഡ്, ഇഫ് പേഷ്യൻറ്റ് റിട്ടേൺസ് ടു ദ സെയിം കമ്മ്യൂണിറ്റി നേഴ്സിൻ്റെ അടുത്തേക്ക്, ആ സെയിം കമ്മ്യൂണിറ്റി നേഴ്സിൻ്റെ അടുത്തേക്ക് തന്നെ പേഷ്യൻറ്റ് പോകുന്നു, അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റി നേഴ്സ് തന്നെയാണ് പേഷ്യൻറ്റിന് വീണ്ടും നമ്മൾ വിസിറ്റ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമുക്കതിനെ നോൺ കേസായിട്ട് കൺസിഡർ ചെയ്യാം. സോ നമ്മുടെ റൈറ്റിംഗ് ടാസ്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ഇങ്ങനെ തന്നിട്ടുണ്ടായിരിക്കും പേഷ്യൻസ് GP അല്ലെങ്കിൽ ഹിസ് ഓർ ഹെയർ GP. ഇപ്പം പേഷ്യൻറ്റിൻ്റെ പേര് ജോൺ ആണെങ്കിൽ ജോൺസ് GP. ആ സ്പെസിഫൈ ചെയ്ത് പേഷ്യൻസ് GP, ഹിസ് ഓർ ഹെയർ GP അല്ലെങ്കിൽ അവരുടെ നെയിം അല്ലെങ്കിൽ ഏതെങ്കിലും ജോബ് റോൾ തന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ഓൾസോ ബി കൺസിഡർ ആസ് നോൺ കേസസ്. ദെൻ ഫസ്റ്റ് തിങ് ഈസ് വി ഹാവ് ടു കമ്പയർ ദ അഡ്രസ്. റീഡറിൻ്റെയും പേഷ്യൻറ്റിൻ്റെയും അഡ്രസ്സ് ഒന്നായിരിക്കണം. 2, നമ്മുടെ പേഷ്യൻറ്റ് തിരിച്ച് സെയിം റീഡറുള്ള അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ പഴയ റിട്ടയർമെൻറ്റ് ഹോമിലേക്ക് തന്നെ പോകുന്നു അല്ലെങ്കിൽ ജിറിയാട്രിക് ഹോമിലേക്ക് തന്നെ പോകുന്നു, വിച്ച് മീൻസ് സെയിം അഡ്രസ്സാണ് അവർ ഷെയർ ചെയ്യുന്നത്. ആൻഡ് തേർഡ് തിങ്, പേഷ്യൻസ് GP അല്ലെങ്കിൽ പേഷ്യൻസ് എനി ജോബ് റോൾ സൈക്കോളജിസ്റ്റ് അങ്ങനെ എന്തെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്യാൻ ഓൾസോ ബി കൺസിഡേർഡ് ആസ് നോൺ കേസ്. ഇനി പേഷ്യൻറ്റ് ഒരു ഡോക്ടറുടെ അടുത്ത് റെഗുലർ ചെക്കപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിലും വി ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് എ നോൺ കേസ്. Next thing is regarding family doctor. Whether family doctor is a known case or an unknown case. Family doctor. സോ നോർമലി നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നൊരു ഏരിയ ഫാമിലി ഡോക്ടർ അല്ലേ. ഫാമിലി ഡോക്ടർ എന്ന് പറയുമ്പം നമുക്ക് നോൺ കേസ് ആയിരിക്കത്തില്ല അല്ലേ. പക്ഷെ നമ്മളൊരു കാര്യം ചിന്തിക്കുക, ഇപ്പം ഒരു നോൺ കേസ് ആകണമെങ്കിൽ അതിനകത്തൊരു ക്രൈറ്റീരിയ ഉണ്ട്. പേഷ്യൻറ്റിൻ്റെ സോഷ്യലും പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററിയും ആർക്കറിഞ്ഞിരിക്കണം? നമ്മുടെ റീഡറിന് അറിഞ്ഞിരിക്കണം. സോ ഇപ്പോൾ ഒരു ഫാമിലിയിൽ ഫാദർ, മദർ, ഇപ്പം ഒരു മകൾ താമസിക്കുന്നു. ഈ 4 പേരുടെയും ഈ പറഞ്ഞ എല്ലാ ഇൻഫർമേഷനും റീഡറിന് അറിഞ്ഞാൽ മാത്രമേ ഈ 4 പേരുടെയും ഫാമിലി ഡോക്ടർ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം ഫാദറിനെയും മദറിനെയും യെസ് ഓക്കെ ബോത്ത് ഫൈൻ. ഫാദറിനെയും മദറിനെയും 2 പേരെയും ഇപ്പം ഫാമിലി ഡോക്ടർ കൺസൾട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ വിച്ച് മീൻസ് ഇപ്പം കറൻ്റ്ലി നമ്മുടെ സൺ ഇപ്പം റിസൈഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് ലുക്ക് കൺസിഡർ ദാറ്റ്. കറൻ്റ്ലി ഇപ്പം നമ്മുടെ സൺ ഫാദറിനെയും മദറിനെയും കൂടി അല്ല റിസൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ മദർ ഡോട്ടർ ഈസ് മാരീഡ്,
അപ്പം അവൾ വേറൊരു പ്ലേസിലാണ് താമസിക്കുന്നത്. കറൻലി ദേ ഹാവ് വിസിറ്റഡ് ദ പ്ലേസ്. ഇപ്പം കറൻലി നമ്മുടെ സ്ഥലം വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഡോക്ടർ ഇപ്പോൾ അവരെ കണ്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം അതെന്താവത്തില്ല, നോൺ കേസ് ആവത്തില്ല. ഈ പേഷ്യൻറ്റിൻ്റെ മീൻസ് നമ്മുടെ പേഷ്യൻറ്റിൻ്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ, ദാറ്റ് ഈസ് പാസ്റ്റ് ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി റീഡറിന് അറിഞ്ഞെങ്കിൽ മാത്രമേ അതിനെ നമ്മൾ നോൺ ആയിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ. ഫാദറിനെയും മദറിനെയും കൺസിഡർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഫാമിലി കംപ്ലീറ്റ് ആയിട്ട് നോക്കുന്നുണ്ട് എന്നിരുന്നാലും ഇവരുടെ ബേസിക് ആയിട്ടുള്ള പാസ്റ്റും സോഷ്യൽ മെഡിക്കൽ ഹിസ്റ്ററിയും നമ്മുടെ റീഡറിന് അറിയത്തില്ലെങ്കിൽ നമ്മൾ അതിനെ നോൺ കേസ് ആയിട്ട് കൺസിഡർ ചെയ്യാറില്ല. ഓക്കെ, സ്പെസിഫൈ ചെയ്ത് പേഷ്യൻസ് ഫാമിലി ഡോക്ടർ അല്ലെങ്കിൽ പേര് തന്നിട്ട് ജോൺസ് ഫാമിലി ഡോക്ടർ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ നോൺ കേസ് ആയിട്ട് എടുക്കും. അല്ലാത്ത പക്ഷം വെറുതെ ഫാമിലി ഡോക്ടർ എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ എങ്കിൽ അതിനെ അൺനോൺ ആയിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്. വെറും ഫാമിലി ഡോക്ടർ ഈസ് അൺനോൺ. വെൻ ഇറ്റ് കംസ് ത്രൂ പേഷ്യൻസ് ഫാമിലി ഡോക്ടർ അല്ലെങ്കിൽ ഹിസ് ഓർ ഹെയർ ഫാമിലി ഡോക്ടർ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നോൺ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. സോ ദാറ്റ് ഈസ് എ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് ഫാമിലി ഡോക്ടർ ആൻഡ് പേഷ്യൻറ്റിനെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പേഷ്യൻ്റ് ഡോക്ടർ ഹോസ്പിറ്റലിലേക്ക് വരുന്നതിന് മുമ്പ് കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ബേസിക് സോർട്ട് ഓഫ് ഇൻഫർമേഷനൊക്കെ നിങ്ങളെ കൺഫ്യൂസ് ആക്കാനായിട്ട് നോർമലി അവർ ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. സോ അങ്ങനെ ഒരു ഇൻഫർമേഷൻ വായിക്കുമ്പോഴും നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം ചിന്തിക്കുക. പേഷ്യൻറ്റിൻ്റെ സോഷ്യൽ ഹിസ്റ്ററിയും പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററിയും നമ്മുടെ ഈ ഡോക്ടർക്ക് അറിയാമോ, അല്ലെങ്കിൽ ഈ സൈക്കോളജിസ്റ്റിന് അറിയാമോ, ഈ സോഷ്യൽ വർക്കർക്ക് അറിയാമോ, ഇവരിതിന് മുമ്പ് കൺസൾട്ട് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അങ്ങനെ വരുന്ന ഭാഗങ്ങളിൽ നമുക്കതിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യാം? വി ക്യാൻ കൺസിഡർ it as a known case, or else it will like unknown ആയിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. സോ കൺഫ്യൂഷൻസ് ഒഴിവാക്കി പ്രോപ്പറായിട്ട് കേസ് നോട്ട് വായിച്ച് കൺസ്ട്രക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കില്ല, അല്ലെങ്കിൽ നമ്മുടെ റീഡർ ആരാണ്, റീഡറിന് ഓൾറെഡി ഇവരെ അറിയാമോ എന്നുള്ള കാര്യം കമ്പയർ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ എഴുതാൻ പാടുള്ളൂ. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത ബേസിക് ഇൻഫർമേഷൻസ് ദ ടൈപ്പ് ഓഫ് ലെറ്റേഴ്സ് ആണ്. ടൈപ്പ് ഓഫ് ലെറ്റേഴ്സിനകത്ത് ബേസിക്കലി 3 ടൈപ്സ് ഓഫ് ലെറ്റർ നമ്മൾ പറഞ്ഞു: ട്രാൻസ്ഫർ ലെറ്റർ, റെഫറൽ ലെറ്റർ ആൻഡ് ഡിസ്ചാർജ് ലെറ്റർ. ആൻഡ് കുറച്ചും കൂടെ ക്ലിയർ ആകാൻ വേണ്ടി നമ്മൾ ഒന്നൊരു കാര്യം കൂടെ പറഞ്ഞു: അർജൻറ്റ് ലെറ്റർ. അർജൻറ്റ് ലെറ്റർ മീൻസ് വെറുതെ പേഷ്യൻ്റ് ഹോസ്പിറ്റലൈസ്ഡ് ആണ് എന്നൊരു കാര്യം കൊണ്ട് മാത്രം നമുക്കതിനെ എന്താക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലാണെന്നുള്ളത് കൊണ്ട് മാത്രം ഏർജൻറ്റ് ആകുന്നില്ല. സ്പെസിഫൈ ചെയ്ത് ഏർജൻറ്റ് അസസ്മെൻറ്റ് അല്ലെങ്കിൽ ഏർജൻറ്റ് മാനേജ്മെൻറ്റ് വേണം എന്ന് പറയാത്ത പക്ഷം വി കനോട്ട് കൺസിഡർ ഇറ്റ് ആസ് ആൻ ഏർജൻറ്റ് ലെറ്റർ. ആൻഡ് നോൺ കേസ്, ഇതിൽ പേഷ്യൻറ്റിൻ്റെ സോഷ്യലും പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി നമ്മുടെ റീഡർക്ക് അറിയാമെങ്കിൽ മാത്രമേ അതിനെ നമ്മൾ നോൺ കേസ് ആയിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ. ആ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വെക്കുക. ആൻഡ് അതിൻ്റെ ബേസിസിൽ വേണം നമ്മൾ ലെറ്റർ സ്ട്രക്ചർ ചെയ്യാനായിട്ട്. ആൻഡ് വെൻ വി ആർ റൈറ്റിംഗ് ആൻ റെഫറൽ ലെറ്റർ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ലെറ്റർ, ഡിസ്ചാർജ് letter, and the basic format is I'm writing to refer, അല്ലെങ്കിൽ I'm writing to transfer, I'm writing to discharge Mr. X. അത് ഡിപ്പെൻഡിങ് ഓൺ ദ സെറ്റിംഗ്, ലൈക്ക് നമ്മുടെ ടൈപ്പ് അനുസരിച്ച് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പോകാം. ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ടൈപ്പ്. ഓക്കെ, അത് മാത്രം നല്ല, ഇറ്റ് ഈസ് വൺ ഓഫ് ദ ടൈപ്പ് ഇൻ വിച്ച് വി ക്യാൻ കൺസ്ട്രക്ട് ദ ലെറ്റർ. സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു ഓൾ. സോ എനി അതർ കൺസേൺസ്? Yes, okay, fine. So I hope it will be useful for you. So while constructing letter, please keep all these points in your mind and just start your preparation. So it will be really beneficial for you all. Thank you all. Okay, thank you.